ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസൈൻ പോയിൻ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മലയാളം മോട്ടിവേഷൻ വീഡിയോസുകൾ ലഭിക്കുക നല്ല നല്ല വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് റാഷു ടാൾക്സ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ടൊരു വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. നല്ല നല്ല വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല വീഡിയോസുകളാണ്. അപ്പോൾ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട്. ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ പ്രിവ്യൂ കണ്ട പോലത്തെ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റി സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ VN ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവരൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. വേറൊരു 5 സെക്കൻഡിൻ്റെ സ്റ്റാറ്റസ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതിൽ കൊടുക്കുന്ന എഫക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് ടൈമുകൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് VN ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയി കഴിഞ്ഞാൽ താഴത്ത് ഒരു പ്ലസ് ബട്ടൺ കാണും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ 8 ഫോട്ടോസ് ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു 6 ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു ഫോട്ടോ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. സ്റ്റാർ മാർക്കിൽ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫോട്ടോസ് മൊത്തം ഇതിലേക്ക് ആഡ് ആയി വന്നിട്ട് നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്യാം. ഇതിൽ മ്യൂസിക്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയ ശേഷം ചൂസ് കൊടുക്കുക. കൊടുത്തതിന് ഇങ്ങനെ വരും. ജസ്റ്റ് ടിക്ക് കൊടുക്കുക. ഓക്കെ, അതിൽ ഫേഡ് ഇൻ ഔട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ശേഷം നമ്മുടെ മ്യൂസിക് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഒരു 5 സെക്കൻഡ് ഉണ്ട്. ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ടൈം ലൈൻ ഒന്ന് കൂട്ടി കൊടുക്കുക. ജസ്റ്റ് ഫോട്ടോസിൻ്റെ അവിടെ ഒരു 2 സെക്കൻഡ്, ഫസ്റ്റത്തെ ഫോട്ടോ ഒരു 2 സെക്കൻഡാക്കി ഇട്ട് കൊടുക്കുക. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കണമെങ്കിൽ പ്ലേ ചെയ്ത് നോക്കിയതിന് ശേഷം അടുത്ത ബീറ്റ് വരുന്നത് നോക്കുക. ഓക്കെ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൊടുക്കുന്ന ടൈമിംഗ് അനുസരിച്ച് കറക്റ്റ് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ഈ മ്യൂസിക് ഫുള്ള് വോളിയം കുറക്കുന്നുണ്ട്, വോയിസ് കേൾക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത ഫോട്ടോ ബീറ്റ് അനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ടൈം ലൈന് കുറക്കുക. രണ്ടാമത്തെ ഫോട്ടോ ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 50 ആ റേഞ്ചിൽ വെച്ചെടുക്കുക. 55-50 റേഞ്ചിൽ. നെക്സ്റ്റ് ഒരു 50-55 റേഞ്ചിൽ അടുത്ത ഫോട്ടോ വെച്ചെടുക്കുക. ഓക്കെ, ഇതിൽ കൊടുക്കണ പോലെ ഓരോ ഫോട്ടോസ് കറക്റ്റായിട്ട് ടൈം അനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. മൊത്തം 8 ഫോട്ടോ ആണ് വേണ്ടത്. സെലക്ട് ചെയ്ത ഫോട്ടോസ് മൊത്തം ആഡ് ചെയ്തു. ലാസ്റ്റിലെ ബ്ലാക്ക് കളർ ഡിലീറ്റ് ചെയ്ത് കളയുക. ശേഷം 2 ഫോട്ടോസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സെലക്ട് ചെയ്ത ഫോട്ടോസിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട് ഞാൻ. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനത്തെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ ഫോട്ടോസ് സെലക്ട് ചെയ്താൽ ഞാൻ ഈ ഒരു ഫോട്ടോ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നമുക്കൊരു 5 സെക്കൻഡ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. 5.8 5 സെക്കൻഡ്. ഓക്കെ, ഇനി എഫക്റ്റ് കൊടുക്കാം. നമുക്ക് എഫക്ട്സിൽ പോയിട്ട് ഫസ്റ്റത്തെ ഫോട്ടോക്ക് ഫസ്റ്റത്തെ ആ ഒരു എഫക്റ്റ് കൊടുക്കുക, ബ്ലാക്ക് പറഞ്ഞത്. ജസ്റ്റ് അതിൻ്റെ വിഡ്ത്തിൻ്റെ കൂട്ടി കൊടുക്കുക. അതിൻ്റെ എഫക്റ്റ് കാര്യങ്ങൾ ലെഫ്റ്റിനും റൈറ്റിനും കൂട്ടി കൊടുക്കുക. പേരുടെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഫുൾ ഇട്ട് കൊടുക്കണമായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. ഇത്ര സ്പീഡില്ലാതെ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കി ഇട്ട് കൊടുക്കുക. ആ ഒരു മ്യൂസിക്കിനനുസരിച്ചിട്ട് ജസ്റ്റ് ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് ഫോട്ടോക്ക് എഫക്ട്സിൽ പോയിട്ട് കുറച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെയായിട്ട് ലെഫ്റ്റ് ഉണ്ടാവും. അതിൽ ടിക്ക് കൊടുക്കുക. അപ്ലൈ ആൾ കൊടുക്കുക. അപ്പോൾ എല്ലാ ഫോട്ടോസിനും ആ ഒരു എഫക്റ്റ് ആവും. അപ്പോൾ ഫസ്റ്റ് ഫോട്ടോൻ്റെ എഫക്റ്റ് മാറും. അപ്പോൾ ജസ്റ്റ് ആ ഒരു എഫക്റ്റിങ് ഒന്നും കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഫസ്റ്റ് ആ ഒരു എഫക്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അത് മാത്രമായിട്ട് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് ടിക്ക് കൊടുക്കുക. അപ്പോൾ എഫക്റ്റ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഇനി പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ട് നമ്മുടെ ബീറ്റും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ഫിൽറ്റർ വേണമെങ്കിൽ ഓരോ ഫോട്ടോക്കും ഇതിൽ ഓരോ ഫിൽറ്റർ പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റിൽ പോയാൽ ക്രിയേറ്റിൽ ഓരോ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഓക്കെ,
അല്ലെങ്കിൽ ഒറിജിനൽ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഡ്ജസ്റ്റിൽ പോയാൽ നമുക്ക് അതിൻ്റെ കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ്, സാറ്റുറേഷനൊക്കെ കൂട്ടി കുറക്കാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു വാട്ടർ മാർക്ക് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് വേണ്ട ഭാഗത്ത് പൊസിഷൻ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടോപ്പിൽ ഒറിജിനൽ പോയിട്ട് 9:16 സെലക്ട് ചെയ്യുക. അതാണ് നമ്മുടെ സ്റ്റാറ്റസ് വ്യൂവിൻ്റെ സൈസ്. അപ്പോൾ ഇതെല്ലാവരും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കറക്റ്റായി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോൻ്റെ പൊസിഷൻ നമുക്കതിൽ ഡ്രാഗ് ചെയ്തിട്ട് ഓരോ ഫോട്ടോസും കറക്റ്റായിട്ട് നമുക്ക് വേണ്ട ഭാഗം ക്രോപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൽ ഒറിജിനൽ ഫോട്ടോൻ്റെ സൈസ് ആയിരിക്കും ഫസ്റ്റ് വരിക. അപ്പോൾ അതൊന്ന് 9:16 ആക്കി കൊടുക്കണം. പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് 1080 60 എഫ്പിഎസ് കൊടുത്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ എക്സ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.